ഇത് 10 ലക്ഷത്തിന്റെ ഒരു ചെക്കാണ്. തൽക്കാലം ഈ പണം കയ്യിൽ വെച്ചോളൂ. ഒരു വിവാഹമൊക്കെ നിങ്ങൾക്കും ആവശ്യങ്ങളുണ്ടാവില്ലേ? ചാടിപ്പടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഭിക്ഷ വാങ്ങും പോലെ ശശിധരൻ അത് വാങ്ങി. കൽപ്പനയുടെ മുഖം ചവറുകൂട്ടി തീയിട്ട പോലെ തെളിഞ്ഞു. ഒപ്പം ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു നീട്ടി ശിവനാഥ് മേനോൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തുണ്ടെങ്കിലും എന്നെ നിങ്ങൾക്ക് വിളിക്കാം. ഇതിലെന്റെ നമ്പരുണ്ട്. ഓ, അപ്പൊ ഇവളുടെ കല്യാണം ചുളിവിന് നടത്താൻ നിങ്ങൾ തീരുമാനിച്ചു. നീലാംബരിയുടെ ജാതകദോഷം എവിടെ? ഈ പണം കിട്ടിയപ്പോ തേഞ്ഞു വാഞ്ഞു പോയി. അതും മുകുന്ദൻ ശശിധരനെ നേരെ ചീറിയെടുത്തു. മുകുന്ദ, എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? ആ ദോഷം അത് 3 മാസം മുമ്പ് കഴിഞ്ഞേ നീ അറിഞ്ഞില്ലേ? അല്ലേ ശശിയേട്ടാ? വിക്കി കൽപ്പന പറയുമ്പോൾ ശശിധരനെ ശരിവെച്ചു. ആ, അതെ, കുറച്ച് പണം കൈ തടഞ്ഞപ്പോ നിങ്ങളെല്ലാം മറന്നുവല്ലേ? തളേ, ഇവളുടെ ശരീരത്തിൽ തൊടുന്നവൻ ചാവെന്നുള്ളത് എന്താ ഇവിടെ വിളിച്ചു പറയാൻ മടിയാണോ നിങ്ങൾക്ക്? ഇവര് വായിൽ തിരികെ പിച്ചക്കാശ് അതിന് സമ്മതിക്കുന്നില്ല അല്ലേ? 3 മാസം മുമ്പ് ഇവിടെ ജാതകദോഷം തീർന്നെങ്കിൽ ഇവളെ തൊട്ട എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നല്ലേ അതിനർത്ഥം? അതും പറഞ്ഞു മുകുന്ന നീലാംബരിക്ക് നേരെ പാഞ്ഞെന്ന്. ആ നിമിഷം തന്നെ ഇരുന്നിടത്തുനിന്ന് എല്ലാവരും ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റ് പോയി. ഞൊടിയിടയിൽ നീലാംബരിയെ പുറകിലാക്കി കിരൺ മുന്നിലേക്ക് കയറി നിന്നു. പക്ഷെ 2-3 അടി മുന്നിലേക്ക് വെച്ചിട്ടും പിന്നീട് താൻ അനങ്ങുന്നില്ലെന്ന് കണ്ടതും മുകുന്ദന്റെ നെഞ്ചിൽ എന്തോ മുറുകിയത് ഒരുമിച്ചായിരുന്നു. സ്വന്തം ഷർട്ടിന്റെ ബട്ടൺസ് ഇപ്പോൾ പൊട്ടു എന്ന പോലെ ശരീരത്തിൽ മുറുകി നിൽക്കുന്ന കണ്ടതും മുകുന്ദനും തിരിഞ്ഞു നോക്കി. മുകുന്ദന്റെ ഷർട്ടിന്റെ പുറകുവശം ഇടത് കൈയാൽ ചുരുട്ടി പിടിച്ചു നിൽക്കുകയാണ് ജാൻ. പൂച്ചക്കുഞ്ഞിനെ എടുത്തുയർത്തും പോലെ മുകുന്ദനെ ഉയർത്തിയെടുത്ത് അല്പം മാറ്റി നിർത്തി കാരണം നോക്കി ആഞ്ഞു പൊട്ടിച്ചു.